अरे भाई കൊല വെട്ടി നിലത്തോട്ടിട്ടല്ലേ കാ ചതയവിടാ. എൻ്റെ അടി നീ ഒന്ന് സമാധാനപ്പെടേ. എൻ്റെ കൂടെ പിള്ളേരല്ലേ, ഞാൻ പോയി കൊണ്ടുവന്നോളാം. ഓണമായ നല്ല തിരക്കാ. പിന്നെ പിള്ളേർ വന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. പിന്നെ ഇവനെയും കിട്ടണ്ടേ, പിള്ളേർക്ക് ഇതാ ഇഷ്ടം. ചേട്ടായി ഇവിടെ കഥ പറഞ്ഞ് നിന്നാ മതിയോ? പറയുമ്പോ ഇലക്കെടുക്കണ്ടേ? അയ്യോ, പറഞ്ഞുകൂടി ഞാൻ ആ കേസ് വിട്ടു പോയല്ലോ. എടാ വണ്ടി ഇടടാ. എടാ പോയിട്ട് വേറെ പണിയുള്ളതാണെന്ന് ഒന്ന് ചവിട്ടി കയറ്റടാ. അറിഞ്ഞല്ലോ, ഇനി ഇത് എവിടെ കളിക്കാനാ? പിന്നെന്തിനാണ് ഇത് എടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു? ശരിയാണല്ലോ. ഈ നാടിന് ഇവനാ ബെസ്റ്റ്. നമ്മുടെ കുന്നും മലയൊക്കെ കയറണമെങ്കിൽ കുറച്ച് ഉശിരൊക്കെ വേണ്ടേ? മതി കേട്ടോ. ആ നീ ആയിരുന്നോടാ? എന്നാണ്ടേ? ഞാൻ ആ പറമ്പിൽ കയറിയിട്ട് വാഴയില വെട്ടും കേട്ടോ. നീ എത്ര വേണേലും വെട്ടിക്കൊണ്ട് പോടാ, ഇഷ്ടം പോലെ വാഴയില്ല. നീ ഓണത്തിന് പിള്ളേരൊക്കെ വരുമോ? പിന്നെ അവരെ കൂട്ടാനല്ലേ പോകുന്നേ. തിരുവോണത്തിന് വീട്ടിലോട്ടൊക്കെ എത്തിയേക്കണേ. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഇവിടെ. നേരത്തെ മല ഇറങ്ങിപ്പോണായിരുന്നു സർവീസിനൊക്കെ. ഇപ്പോൾ എക്സാം ഡാറ്റ വന്നതോടെ ആ ടെൻഷനും അങ്ങ് മാറിക്കിട്ടി. ചേട്ടാ ഓണം എത്തിയല്ലോ. ഓടാൻ ഞാനും ഓടിയെത്താൻ ഇവനും ഉള്ളപ്പോൾ പിന്നെ എന്നാ നോക്കാനാ? ഓണം ഞാൻ ഇങ്ങനെ എത്തിക്കുകയല്ലേ. സ്നേഹിക്കുന്നവരെ എന്നും ഒപ്പം ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഹൈറേഞ്ചുകാർ. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം ആഘോഷിക്കുമ്പോഴാണല്ലോ ഓണമാകുന്നത്.